മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസർ ആണ് എന്ന വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഞാനും കേട്ടു. 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് കിടന്ന് കറങ്ങുകയാണ്. മമ്മൂട്ടി ഫാൻസുകാർ കട്ട കളിപ്പിലാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെങ്കിലോ അല്ലെങ്കിലോ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ? അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ അത് സത്യമാണെങ്കിൽ ഒരു വിഷമവും സങ്കടവും ഉണ്ടാവും. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക്, കാരണം മെഗാസ്റ്റാറാണ് അദ്ദേഹം, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു വിഷമവും സങ്കടവും ഉണ്ടാകും. അതിനപ്പുറം ഇതിന് എന്താണ് ഇത്ര വാർത്താ പ്രാധാന്യം എന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ തന്നെ അത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സമൂഹം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിൻ്റെ നിജസ്ഥിതി പോലും അറിയണ്ട. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കണ്ടു. അപ്പോഴാണ് ഞാൻ ഈ വാർത്ത അറിയുന്നത് തന്നെ. ആ മാധ്യമം ചെയ്തപ്പോഴാണ് ഞാൻ ഈ വാർത്ത അറിയുന്നത്. ആ വാർത്ത ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 1 മില്യൺ ആ വാർത്തയ്ക്ക് അവർക്ക് വ്യൂസ് കിട്ടി. മമ്മൂട്ടിയുടെ കുടൽ ക്യാൻസർ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണോ എന്ന് ചോദിച്ചാണ് വാർത്ത ചെയ്തത്. ആ വാർത്തയ്ക്ക് 1 മില്യനകത്ത് വ്യൂസ് കിട്ടി ഒരു ദിവസം കൊണ്ട്. അതുകൊണ്ട് തന്നെ അതേ സെയിം വാർത്ത പിറ്റേ ദിവസം വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുന്നു. അതേ സെയിം വാർത്ത കണ്ടന്റിന് പോലും ഒരു ഭാഗം എത്തുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതല്ലാണ്ട് ഒരു മാറ്റവുമില്ലാതെ വീണ്ടും അതേ വാർത്ത തന്നെ തമ്പ് ചേഞ്ച് ചെയ്തിട്ടേക്കുന്നു. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആക്ടർമാരെന്ന് പറയുമ്പോൾ ആളുകൾ ഇത് സ്വീകരിക്കും. അവർക്ക് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നടന് വാഹനാപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നടനെയോ നടിയോ ലൈംഗിക പരാതിയിലോ അല്ലെങ്കിൽ പീഡന പരാതിയിലോ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏതാണ് ആ നടൻ, എവിടെ വച്ചിട്ടാണ് അവർക്കത് സംഭവിച്ചത്, മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞ് നോക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ജീവിതത്തിൻ്റെ അകത്തേക്ക് കയറി ചെന്ന് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അത് പരസ്യമായി ആളുകളുടെ മുമ്പ് വന്നിരുന്ന് പറയാൻ ഒരു നാണവും മാനവും ഇല്ല. എന്നിട്ട് നമ്മുടെ വീട്ടിൽ അതിൻ്റെ അപ്പുറം കാര്യങ്ങളായിരിക്കും നടക്കുക. നമുക്കതിൻ്റെ അപ്പുറം രോഗങ്ങളായിരിക്കും. ഇപ്പോൾ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു രോഗത്തിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ, ഇല്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്, ഉണ്ടെങ്കിൽ തന്നെ അത് ചികിത്സിക്കാനും അത് കൃത്യമായി അതിൻ്റെ ചികിത്സ നടത്താനും ലോകത്ത് എവിടെ കൊണ്ടുപോയി അതിനെ ചികിത്സിപ്പിക്കാനുമുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം ഇത് തുടക്കം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അവരെല്ലാം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വരെ ഈ പറയുന്നവർ കണ്ടതുപോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ അമ്മയ്ക്ക് അസുഖം ഉണ്ടോ എന്ന് അതിന് കൃത്യമായ ചികിത്സ നൽകില്ല. അവനവൻ്റെ അമ്മയോ ഭാര്യയോ മക്കളോ 3 നേരം ആഹാരം കഴിച്ചോ 3 നേരം സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ഇതൊന്നും അറിയണ്ട. മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ ഇന്നലെ മമ്മൂട്ടിയുടെ ടീം തന്നെ പറയുന്നത് അത് വ്യാജ വാർത്തയാണ്. റമദാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനിലാണ് മമ്മൂട്ടി, ഷൂട്ടിങ്ങുകളിൽ നിന്ന് മാറി നിൽക്കുന്നു. ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിനായി അദ്ദേഹം തിരിച്ചെത്തും. പിന്നെ അഭ്യൂഹങ്ങൾക്കിടയിൽ ഈ വ്യക്തത അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തത വന്നതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് പ്രേക്ഷകർ എന്ന് പറയുന്നത്. കരിയറിൽ തുടരെ സിനിമകളുമായി തിരക്കുകളിലാണ് മമ്മൂട്ടി. മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല. മമ്മൂട്ടി മോഹൻലാലും 16 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത്. ഇതിനു മുൻപ് 2020 എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത്. നയൻതാരയാണ് ചിത്രത്തിൽ നായിക എന്ന ഇപ്പോൾ ഇറങ്ങുന്ന ചിത്രത്തിൽ നായിക എന്ന പ്രത്യേകതയുമുണ്ട്. ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും മമ്മൂട്ടി ഫുൾ വൈബിലാണ്, അല്ലെങ്കിൽ ഫുൾ തിരക്കിലാണ് അദ്ദേഹത്തിന് ഈ വ്യാജ വാർത്തകളോട് പ്രതികരിക്കാൻ പോലും അദ്ദേഹത്തിന് ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു രോഗമുണ്ടെങ്കിലോ അദ്ദേഹത്തിനൊരു പേഴ്സണലി അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ടെങ്കിലോ അത് അദ്ദേഹത്തിൻ്റെ കുടുംബവും കൈകാര്യം ചെയ്തോളും. അതിലിപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനെ പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. സോഷ്യൽ മീഡിയ ആണോ പറയേണ്ടത് നമ്മുടെ വീട്ടിലെ ഒരാൾക്ക് എന്ത് രോഗമാണ്, നമ്മൾക്ക് എന്ത് രോഗമാണ്? നമ്മൾ ഒരു സിനിമ നല്ലതാണെങ്കിൽ ടിക്കറ്റ് എടുത്ത് സിനിമ കാണും അല്ലേ? മമ്മൂട്ടിയുടെ കടുത്ത ആരാധകരെന്ന് പറഞ്ഞാൽ ഒരു മോശം സിനിമ പോയി കാണുമോ? ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ മോഹൻലാലിൻ്റെ കടുത്ത ഒരു ആരാധികയാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ മോഹൻലാൽ എന്നല്ല, ലാലേട്ടൻ എൻ്റെ വീട്ടിൽ ആരോ എന്ന പോലെയാണ് ഞാൻ മോഹൻലാലിനെ കാണുന്നത്. അത്ര കടുത്ത ആരാധികയാണ്. പക്ഷേ മോഹൻലാലിൻ്റെ ഏറ്റവും മോശപ്പെട്ട സിനിമകൾ 1-2 എടുത്താൽ പോലും എന്നോട് ആരെങ്കിലും നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ നല്ലതാണെന്ന് പറയും. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളോട് അത്രയും ഇഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങിയതിൽ ഞാൻ 2 തവണ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ആ സിനിമ എങ്ങനെയാണ് 2 തവണ തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റിയതെന്ന്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ ഒരിക്കൽ എൻ്റെ ഫാമിലിയോടൊപ്പമാണ് പോയത്.
പൈസ ചുമ്മാ കളഞ്ഞു എന്ന് പറഞ്ഞ് അവരെ വായിക്കുന്ന കേട്ടു. ശരിക്കും ആ സിനിമ വീണ്ടും കാണണമെന്ന് തോന്നി ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു കണ്ടു. അപ്പോൾ നമുക്കോ ഇഷ്ടപ്പെട്ട ഒരു നടൻ എന്തെങ്കിലും ഇപ്പോൾ മോഹൻലാൽ 3500 സ്ത്രീകളുമായി കിടക്ക പങ്കിട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ 3500 സ്ത്രീകളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഇത് മനോരമ ചാനലിനൊരു അവതാരകൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്താണ്? ഞാൻ 3500 അല്ല 4000 അല്ല 5000 സ്ത്രീകളുമായി എനിക്ക് ബന്ധം കാണും. അതിന് നിങ്ങൾക്കെന്താ? അതെൻ്റെ പേഴ്സണൽ കാര്യമല്ലേ? അതുപോലെയാണ് മമ്മൂട്ടിക്ക് ഒരു രോഗമുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ മകൻ ദുൽഖറുണ്ട്, മമ്മൂട്ടിയുടെ ഭാര്യയുണ്ട്, മമ്മൂട്ടിക്ക് മകളുണ്ട്, മമ്മൂട്ടിക്ക് സഹോദരങ്ങളുണ്ട്, മമ്മൂട്ടിക്ക് ചെറുമക്കളുണ്ട്, മരുമകളുണ്ട്, മരുമകളുടെ വീട്ടുകാരുണ്ട്. അവരൊക്കെ നോക്കില്ലേ? നമ്മളൊരു പിന്നെ നമ്മളും ആ വാർത്ത, അപ്പം എല്ലാവരും ചോദിക്കും നമ്മളും ആ വാർത്ത ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു കയറിയുള്ള നോട്ടമല്ലേ നിൽക്കും. നമ്മൾ വാർത്തയെ കാണുന്നത്. പല യൂട്യൂബേഴ്സും അത്തരത്തിലല്ല വാർത്തയെ കാണുന്നത് കൊണ്ടാണ് നമ്മളെപ്പോലും തെറി വിളിച്ചുകൊണ്ട് പല രംഗത്തെത്തുന്നത്. അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം എല്ലാവരുടെയും ലൈഫിലേക്ക് ഒളിഞ്ഞു ഈ മുൻനിര മാധ്യമങ്ങളായാലും അങ്ങനെ തന്നെ. ഇവർക്കിപ്പോൾ പാർലമെൻറ്റിൽ ഒരു സമ്മേളനം നടക്കുന്നു, അവിടെ ഒരു അടിപിടി ബഹളം വഴക്ക് ഒക്കെ ഉണ്ടായാൽ അത് അവതരിപ്പിച്ചാൽ റേറ്റിംഗ് കൂടും. ഇപ്പോൾ വെഞ്ഞാറമൂട് നടന്ന അഫാൻ കേസ്, അതിൽ അഫാൻ എന്തിനാണ് ഇത്രയും പേരെ ഇല്ലാതാക്കിയതെന്ന മോട്ടീവ്, അതിന് വേണ്ടിയിട്ട് അത് നിരന്തരം രാത്രി 12-1 മണി വരെ ചില ചാനലുകളിൽ ലൈവായി ഉറക്കം പോലും ഇല്ലാതെ കാണിക്കുന്നത് കണ്ടു. ചെന്താമര എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ, അത് ലൈവായി അതിന്റെ പുറകെ അയാൾ ഒളിച്ചിരിക്കുന്നതിന്റെ പുറകെയൊക്കെ ചാനലുകാർ പോകുന്നുണ്ട്. എല്ലാവർക്കും ആവശ്യം എന്താ? റേറ്റിംഗ് ആണ്. നമുക്ക് ആവശ്യം വ്യൂസ് ആണ്. ഈ വ്യൂസിലൂടെയാണ് നമ്മുടെ അരി ആഹാരം, നമ്മുടെ കുടുംബം കഴിയുന്നത്, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, ലോൺ അടയുന്നത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടക്കുന്നതൊക്കെ ഈ ഒരൊറ്റ വരുമാനത്തിലൂടെയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ് എന്ത് തെണ്ടിത്തരം പിടിച്ച വാർത്തയും കൊടുക്കുമെന്നല്ല പറയുന്നത്, എന്ത് മോശപ്പെട്ട ഇല്ലാത്ത കാര്യങ്ങളും കൊടുക്കുമെന്നല്ല പറയുന്നത്. ഇത്തരം വാർത്തകളോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ കാര്യം. മീരയ്ക്ക് എന്താണ്? എനിക്ക് തോന്നിയത് ആണ് എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. അതെ, അതൊരു മാർക്കറ്റിംഗ് തന്നെയാണ്. അത്രയും ആൾ ആ വാർത്ത കാണുന്നു, പിന്നീട് യൂട്യൂബുകളിലായാലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും ഇതാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകൾ. ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ പുറത്തു വരുന്നത് അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, പുണ്യമാസം ആയതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അതിനങ്ങനെയല്ല ആളുകൾ കാണുന്നത്. മമ്മൂട്ടി ആശുപത്രി എന്താണ് തലവേദന, വയറു സംബന്ധമായ രോഗമൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. കുടൽ ക്യാൻസർ ആണ്, കുടലിന്റെ തുടക്കമാണ്, സ്റ്റേജ് തുടക്കമായതേ ഉള്ളൂ. പക്ഷെ അതിന് താഴെ കൊല്ലാതിരുന്നത് ഭാഗ്യം. മമ്മൂട്ടി തീ തീറ്റിച്ചല്ലോ, അങ്ങനത്തെ കമന്റ്. അതിന് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി എന്നുള്ള പ്രൈവസി അങ്ങനെയുള്ള ആളുകൾക്കില്ല. സെലിബ്രിറ്റി ഇമേജ് വന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഇല്ലാത്ത. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും എക്സ്പോസ് ചെയ്യാനിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഇതാണ്, ഇന്ന് കഞ്ഞിയും പയറും ആണെങ്കിൽ കഞ്ഞിയും പയറുമാണ്, ബിരിയാണി ആണെങ്കിൽ ബിരിയാണിയാണ്. അത് കാണാൻ ആളുണ്ട്, അത് എന്താണ് അത് കണ്ട് തലതല്ലി കരയാനും ആളുണ്ട്. ശരിയാണ് ഈ പറഞ്ഞത്. ഈ യൂട്യൂബേഴ്സൊക്കെ വാട്ടയിറ്റിനിടെ ഞാനിന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് എന്തൊക്കെയാണ്, ഞാനിത് രാവിലെ കഴിച്ചത്, ചിലവർ കഴിക്കണാണ് ഞാൻ വിചാരിക്കും എന്തെങ്കിലും അസുഖം ഉണ്ടോ, വയറിൽ വല്ല എന്തെങ്കിലും പെറ്റി കിടക്കുന്നുണ്ടോ? കാരണം ഒരു ദിവസം മനുഷ്യർ കഴിക്കുന്ന ആഹാരമല്ലേ ഇവറ്റ് കഴിക്കുന്നത്. ഇനി ഇത് വ്യൂസ് കിട്ടാൻ വേണ്ടി ഈ വാരിക്കൂട്ടി കഴിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും. താഴെ വരുന്ന കമന്റുകളും അങ്ങനെയാണ്. തന്നെ പറഞ്ഞ വീഡിയോ എനിക്ക് മനസ്സിലായി. എന്റെ താഴെ വരുന്നതിന്റെ വയറ്റിൽ എന്താ കൊക്കപ്പുഴുവാണോ, അതിന് താഴെ കമന്റ് ഇടാനോ നീ 10 ദിവസമായ ആഹാരം കഴിക്കാതെ. ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നോമ്പെടുക്കുന്ന ഒരു പെൺകുട്ടി കഴിക്കുന്ന ഒരു വീഡിയോ കണ്ടു. രാവിലെ ഞാൻ അത് കഴിച്ചു. രാവിലെ എൻ്റെ അമ്മ ഒരു 2-3 മണിക്കൂറിനിടയ്ക്ക് ആ കൊച്ചൊരു 10 ദിവസം തിന്നേണ്ട ആഹാരം ഒരുമിച്ച് കഴിച്ചു. ഇതൊക്കെ അതിനും ജീവിക്കണം. വ്യൂസ് കിട്ടിയാൽ അതിനും എന്തെങ്കിലും കുറച്ചേ കഴിക്കുന്നുണ്ടാവുള്ളൂ. ആളുകൾ നമ്മളായാലും ഇവള് എന്ത് തീറ്റിയാ ഈ തിന്നണതെന്ന് നമ്മളായാലും വിചാരിക്കും. അപ്പോ ഇത്തരം കാര്യങ്ങൾ നമുക്കിപ്പോ എന്തും വാർത്തയാക്കാം, എന്ത് കാര്യം തന്നെ ഞാൻ പറയട്ടെ. ഇനി ആണെങ്കിലും അല്ലെങ്കിലും 2 ദിവസം ഇത് പറയൂ, അടുത്ത വാർത്ത അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളെ നിങ്ങൾ അത് അവരിലേക്ക് വിട്ടുകൊടുക്കൂ. രോഗം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് അവർ നോക്കി അവർ ചികിത്സിച്ച് അവർ തീർക്കട്ടെ. നമുക്ക് നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ നല്ല സിനിമകളാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനോടൊപ്പം നിൽക്കുക, അത് കാണാം, അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അത്ര മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ മമ്മൂട്ടി ആരുടെ കൂടെ പോയി, മമ്മൂട്ടിക്ക് എന്താ അസുഖമാണ്, മമ്മൂട്ടി നാളെ ആരോടെ പോകുന്നു, ഇതൊന്നും നമ്മൾ പ്രതികരണം വരുന്നവരെ ക്ഷമിക്കാം. അതില്ല താല്പര്യമില്ലായ്മ ആരും തിരിച്ചറിയാം. അതെ, അത് ശരിയാണ്, അതാണ് കറക്റ്റ്. അവർ പ്രതികരിക്കുന്നവരെ പോലും ഒന്ന് കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്ത കുറെ ആളുകൾക്കിടയിലാണ് ജീവിക്കുന്നത്. അത്രേ ഉള്ളൂ.